നമസ്കാരം. സൗത്ത് ആഫ്രിക്കൻ പോരാട്ട വീര്യത്തെ അതിജീവിച്ച T20 ലോകകപ്പിൽ ചാമ്പ്യന്മാരായിരിക്കുകയാണ് ടീം ഇന്ത്യ. ത്രില്ലിംഗ് ഫൈനലിൽ 7 റൺസിന്റെ ആവേശോജ്വല ജയത്തോടെയാണ് രോഹിത് ശർമ്മയും സംഘവും രണ്ടാം T20 ലോകകപ്പിൽ മുത്തമിട്ടത്. ഒരു ഘട്ടത്തിൽ തോൽവിയെ മുന്നിൽ കണ്ട ശേഷമാണ് അവിശ്വസനീയ തിരിച്ചുവരവ് നടത്തി ഇന്ത്യ ലോകം കീഴടക്കിയത്. രോഹിത് ശർമ്മയുടെ ഗംഭീര ക്യാപ്റ്റൻസി തന്നെയാണ് പരാജയത്തിന്റെ വക്കിൽ നിന്നും ഇന്ത്യയെ രക്ഷിച്ചത്. അവസാന 5 ഓവറിൽ 6 വിക്കറ്റ് ബാക്കി നിൽക്കെ സൗത്ത് ആഫ്രിക്കയ്ക്ക് ജയിക്കാൻ 30 റൺസ് മാത്രം മതിയായിരുന്നു. ഇന്ത്യ ഒരിക്കൽ കൂടി ICC ട്രോഫി പടിക്കൽ കൈവിട്ടെന്ന ആരാധകർ ഭയന്ന നിമിഷമായിരുന്നു ഇത്. ഇന്ത്യക്ക് കളിയിലേക്ക് ഇനിയൊരു തിരിച്ചുവരവ് അസാധ്യമാണെന്നും എല്ലാവരും ഉറപ്പിച്ചു. 15-ാം ഓവറിൽ അക്ഷർ പട്ടേലിനെതിരെ സൗത്ത് ആഫ്രിക്ക വാരിക്കൂട്ടിയത് 24 റൺസാണ്. 2 വീതം 4ഉം 6ഉമാണ് ഹെൻറിച്ച് ക്ലാസൻ ഇതിനിടെ പായിച്ചത്. 16-ാം ഓവറിൽ തന്റെ സ്ട്രൈക്ക് ബൗളറായ ജസ്പ്രീത് ബുംറയെ രോഹിത് തിരികെ വിളിക്കുകയായിരുന്നു. കളിയിലേക്ക് ഇന്ത്യയുടെ തിരിച്ചുവരവിന്റെ തുടക്കം ലഭിച്ചത് ഇവിടെ നിന്നായിരുന്നു. വിക്കറ്റ് ഇല്ല എങ്കിലും 4 റൺസ് മാത്രമേ അദ്ദേഹം വിട്ടുകൊടുത്തുള്ളൂ ഈ ഓവറിൽ. 16-ാം ഓവറിൽ തന്നെ മറ്റൊരു മുൻനിര പേസറായ അർഷ്ദീപ് സിംഗിനെ രോഹിത് തിരികെ വിളിക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ രോഹിത് വിളിച്ചത് ഹർദിക് പാണ്ഡ്യയെ. 10 റൺസ് നേരത്തെയുള്ള ഒരു ഓവറിൽ ഹർദിക് വഴങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ ഹർദിക് വരുമ്പോൾ സ്വാഭാവികമായൊരു ഞെട്ടൽ ഇന്ത്യൻ ആരാധകർക്കിടയിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു. പക്ഷെ 17-ാം ഓവറിൽ പാണ്ഡ്യ കളിയുടെ ഗതി തന്നെ മാറ്റി. അപകടകാരിയായ ഹെൻറിച്ച് ക്ലാസനെ ആദ്യ പന്തിൽ തന്നെ പാണ്ഡ്യ പുറത്താക്കുകയായിരുന്നു. ഓഫ് സ്റ്റംപിന് പുറത്തേക്ക് അദ്ദേഹം പരീക്ഷിച്ച ബോളിനെതിരെ ക്ലാസൻ ആഞ്ഞു വീശിയെങ്കിലും എഡ്ജായി ഋഷഭ് പന്തിന്റെ കൈകളിൽ പന്ത് ഭദ്രമായി എത്തി. ഈ ഓവറിലും 4 റൺസ് മാത്രമാണ് പിറന്നത്. 18-ാം ഓവർ ആരെ ഏൽപ്പിക്കും എന്നതായിരുന്നു രോഹിത്തിനെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. ബുംറയ്ക്കും അർഷ്ദീപിനും ഓരോ ഓവർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ രോഹിത് ഇവിടെ നിർണായകമായ ഒരു നീക്കമാണ് നടത്താൻ പ്ലാൻ ഇട്ടത്. സാധാരണയായി 19 അല്ലെങ്കിൽ 20-ാം ഓവറാണ് ബുംറയെ ഏൽപ്പിക്കാറുള്ളത്. പക്ഷേ 18-ാം ഓവറിൽ ബുംറയെ കൊണ്ടുവന്ന രോഹിത് ആ ഒരു റിസ്ക് ഏറ്റെടുക്കുകയായിരുന്നു. കാരണം ബുംറയെ 19-ാം ഓവറിലേക്ക് വച്ചാൽ ചിലപ്പോൾ കളി തന്നെ കൈവിട്ടു പോയേക്കാം. രോഹിത്തിന്റെ ഈ ഒരു നിരീക്ഷണം വിജയിക്കുകയും ചെയ്തു. വെറും 2 റൺസ് മാത്രമേ ബുംറ ആ ഓവറിൽ വിട്ടുകൊടുത്തുള്ളൂ. 4-ാമത്തെ പന്തിൽ മാർക്കോ യാൻസനെ ക്ലീൻ ബൗൾഡ് ആക്കുകയും ചെയ്തു. ഇതോടെ അടുത്ത 2 ഓവറിൽ ജയിക്കാൻ വേണ്ടത് 20 റൺസ്. ഡേവിഡ് മില്ലർ ക്രീസിനുള്ളതിനാൽ തന്നെ സൗത്ത് ആഫ്രിക്കയ്ക്ക് അപ്പോഴും വിജയപ്രതീക്ഷ ഉണ്ടായിരുന്നു. 19-ാം ഓവറിൽ 4 റൺസ് മാത്രമേ അർഷ്ദീപ് വഴങ്ങിയുള്ളൂ. സൗത്ത് ആഫ്രിക്കയ്ക്ക് ജയിക്കാൻ 6 പന്തിൽ 16 റൺസ്. ബുംറ 4 ഓവർ കോട്ട പൂർത്തിയാക്കിയതിനാൽ തന്നെ 20-ാം ഓവർ ഹർദിക്കിനെയാണ് രോഹിത് ഏൽപ്പിച്ചത്. ആദ്യ പന്തിൽ 6-റിന് ശ്രമിച്ച മില്ലറിനെ ബൗണ്ടറി ലൈനിന് അരികെ മികച്ചൊരു റണ്ണിംഗ് ക്യാച്ചിലൂടെ സൂര്യകുമാർ യാദവ് പുറത്താക്കിയതോടെ ഇന്ത്യ വിജയം ഉറപ്പാക്കി. അടുത്ത പന്തിൽ കഗീസോ റബാദ 4 അടിച്ചെങ്കിലും ഹർദിക് വിട്ടുകൊടുത്തില്ല. അടുത്ത 4 പന്തിൽ 2 റൺസ് മാത്രമേ വഴങ്ങിയുള്ളൂ. 5-ാമത്തെ ബോളിൽ റബാദയെ പുറത്താക്കുകയും ചെയ്തു. ഇതോടെ ത്രസിപ്പിക്കുന്ന വിജയത്തോടെ ഇന്ത്യ ലോക ചാമ്പ്യന്മാരായി മാറുകയായിരുന്നു. നിർഭാഗ്യവാനായ ക്യാപ്റ്റൻ എന്ന രീതിയിൽ നിരവധി തവണ ക്രൂശിക്കപ്പെട്ട രോഹിത്തിന്റെ തീരുമാനങ്ങളാണ് ഇവിടെ ഇന്ത്യക്ക് വഴിത്തിരിവായത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിജയത്തിൽ രോഹിത്തിന്റെ പങ്ക് ഏറെ നിർണായകമാണ്. ഏറ്റവും കൂടുതൽ കയ്യടി അർഹിക്കുന്നതും രോഹിത്തിന്റെ ക്യാപ്റ്റൻസിക്ക് തന്നെ.